പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തു. ആഗസ്റ്റ് 1 മുതൽ ഇന്ന് വരെ ആപ്പിൽ ഒരാൾ വീട്ടിൽ പോയിട്ട് പിരിവ് ചോദിക്കേണ്ടി വന്നിട്ടില്ല. ആ ആപ്പിൽ സ്വയം പണം ഇടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വളരെ സുതാര്യമായി കാര്യങ്ങൾ നടക്കണം. ഈ സഹായം കൊടുക്കുന്നത് സർക്കാരൊക്കെ സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്. ഒരുപാട് ബഹുമാനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് ഞങ്ങളോടൊക്കെ എപ്പോഴും പറയും, അനുഭവമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം എന്ന് പറയും. 2018 പ്രളയമുണ്ടായി. എവിടെ? എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ, കോട്ടയത്തും അതുപോലെ എറണാകുളത്തും ചെങ്ങന്നൂരും ഒക്കെ ആ ഭാഗങ്ങളിലുണ്ടായി. അന്ന് അവിടെയുള്ള ആളുകളൊക്കെ ഒരുപാട് ദുരിതം അനുഭവിച്ചു. അപ്പൊ നമ്മൾ ഇവിടുന്ന് ആളുകളൊക്കെ പോയി സഹായിച്ചു. 2019 മലബാറിൽ വന്നു. ഇപ്പൊ ഞാൻ ഉൾക്കൊള്ളുന്ന എറണാട്, അരീക്കോട്, ചാലിയാർ, നിലമ്പൂർ ഭാഗങ്ങളിലൊക്കെ പ്രളയമുണ്ടായി. ആ സമയത്ത് ഒരുപാട് ആളുകൾ സഹായിക്കാൻ വന്നു. ആ ഒരു സമയത്ത് അവിടുത്തെ എറണാകുളത്തെ പല്ലാരിമംഗലം ജമാഅത്ത് കമ്മിറ്റി വിളിച്ചിട്ട് പറഞ്ഞു, MLA ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കാശുണ്ട്, അതൊരു 200ഓളം കുടുംബങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങൾ കൊണ്ടുവരാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെ പണം കൊടുക്കാൻ? അപ്പൊ അവരെന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ സഹായിച്ചു, ഞങ്ങൾക്ക് സാധനങ്ങളായിട്ടും ഡ്രസ്സുകളായിട്ടും മറ്റുള്ളതൊക്കെ കിട്ടി. പക്ഷെ ഞങ്ങളൊരു വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു ചായപ്പൊടി വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ, അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു ബാർബർ ഷോപ്പ് കൊടുക്കാൻ ഞങ്ങൾക്ക് കയ്യിലൊരു കാശില്ലായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കുറച്ച് ആളുകൾക്ക് പണം കൊടുക്കാൻ വേണ്ടി. അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ പ്രയാസമൊക്കെ ഉണ്ടായി, എല്ലാം ഇടങ്ങാറായി, നമ്മളെല്ലാം വരുമാന സ്രോതസ്സും അതിലേക്ക് ഒരു കൈത്താൻ, ഒരു ആശ്വാസമൊക്കെ നൽകാണ് മുസ്ലിം ലീഗ് ഈ 15,000 രൂപ തരുന്നത്. കാരണം പൈസക്ക് പൈസമാണ്, അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പണം തരുന്നത്. ഇത് ഈ പണം നേരിട്ട് നിങ്ങൾക്ക് തരാണ്. ഇത് ഞങ്ങൾ ആലോചിച്ചു, ഞങ്ങളും കുഞ്ഞാഴ്ച സാഹിബും PM സലാമും മനോഹരങ്ങളും ഫിറോസും KKയും ഇസ്മായിലും ഒക്കെ പിന്നെ മുഹമ്മദ് ഒക്കെ കൂടി ആലോചിച്ചു. ഇത് ചെക്ക് തന്നെ പല ആൾക്കാർക്കും ബാങ്കിലുണ്ടാവും. എന്താണ് കാനറ ബാങ്കുകാർ സർക്കാർ എന്ന പൈസ ഇത് പിടിച്ചുകൊണ്ട് അത് വേണ്ട, അതുകൊണ്ടാണ് നേരിട്ട് പണം തരാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയത്. കാരണം ഞാൻ അതാ പറഞ്ഞ അനുഭവമാണ് ഒരു പാഠം. ഇത് ഞാൻ തന്നാൽ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ടോ, ബാങ്കുകാരാണ് ഓരോ കണ്ടിച്ചോറുണ്ടല്ലോ, ഓ പലിശക്കാണ്ട് വരും വെക്കും. പിന്നെ നമ്മൾ നിന്നിട്ട് എന്താ കാര്യം? അല്ല എന്താ കാര്യം? അതുകൊണ്ടാണ് പ്രയാസം എല്ലാവർക്കും. അതുകൊണ്ട് ഞാൻ ഈ കാര്യം എന്ന് പറഞ്ഞു, ചിലവരെ ചെക്ക് ഒന്ന് വിളിച്ച് പറയണോണ്ട് പുറത്തുനിന്ന് എല്ലാം പറയാം, അനുഭവിച്ചോളൂ എൻ്റെ വേദന അറിയുള്ളൂ, അതേ അതിന്റെ പ്രയാസം. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ക്യാഷ് ആയിട്ട് തരുന്നത്. പിന്നെ കച്ചവടക്കാർ 2019 പ്രളയം ഉണ്ടായപ്പോൾ നിയമസഭയിൽ അതിന്റെ ചർച്ച വന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, കച്ചവടക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണം. സർക്കാർ ഒന്നും കൊടുത്തില്ല. അപ്പൊ ആ കച്ചവടക്കാർക്ക് കൊടുത്തന്ന് വ്യാപാരി വ്യവസായ ദേവസ്വം ഇങ്ങനെ ഒന്നായിട്ട് സംസ്ഥാന അന്ന് നിസുദ്ദീൻ സാഹിബാണ് പ്രസിഡന്റ്. അദ്ദേഹം അന്ന് അവരെ അസോസിയേഷൻ മുഖാന്തരമാണ് പണിത്. അപ്പൊ ഈ കച്ചവടക്കാരുടെ പ്രയാസം നമുക്കറിയാം. അത് പിന്നെ KKയും മുഹമ്മദ് സാഹിബും ഒക്കെ ഞങ്ങളെ കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഒരു താങ്ങ് നിൽക്കുന്നത്. നമ്മൾ തന്നിട്ട് ഒന്നായിട്ട് പോലെ ഇത് 20 ലക്ഷം റുപ്യൻ്റെ 25 ലക്ഷം റുപ്യൻ്റെയൊക്കെ നഷ്ടം വന്നാണ്. പക്ഷെ എന്നാലും ഒരു പാർട്ടി ഒരു സഹായം നൽകാണ് അവർക്ക് 50,000 റുപ്യ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതാണ് ഇതിലുള്ള ഇത്. കാരണം ഞാനിത് അനുഭവിച്ചാൽ ഞാൻ ഇതിനു വേണ്ടി അസംബ്ലി പടവെട്ടിയാൽ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരു പാർട്ടി നമുക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രയാസം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളെ കയ്യിൽ എല്ലാം പോയിട്ട് ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാകുക? അപ്പൊ അതിനൊരു ആശ്വാസം നൽകാണ് മുസ്ലിം ലീഗ് പാർട്ടി. എല്ലാം കൂടി നമുക്ക് തേച്ചുകാണ്ട് കൊടുക്കാൻ കഴിയൂലല്ലോ. കാരണം എല്ലാവരുടെ പ്രശ്നങ്ങളും ഇത് പാർട്ടിയല്ല, നമുക്ക് കിട്ടുന്ന പൈസ. പിന്നെ ഇവിടെ ഉള്ളത് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു വിദ്യാഭ്യാസം. ഇനി ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ രൂപമാണ്. പിന്നെ ഒരു അഭിപ്രായം ഞാൻ പറയാം, നിങ്ങളെ ഇവിടെ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ഈ ബഹുമാനായ എൻ്റെ പ്രിയങ്കരനായ നിങ്ങൾക്ക് വേണ്ടി ഈ ദുരിതമുണ്ടായ മുതൽ രാപ്പകൽ നിങ്ങളുടെ കൂടെ നിന്നിട്ട് സിദ്ദീഖിനെ കായമൂർ പോയി കണ്ണും ഓർക്കെ കാണാൻ വരിക. അങ്ങനെ നിൽക്കുന്ന സിദ്ദീഖ് അല്ല, ഞാൻ പറയാം, ഞാൻ തമാശ അറിയില്ല. ഞാൻ അന്ന് സിദ്ദീഖിനെ കണ്ടിട്ട് 2-3 പ്രാവശ്യം കണ്ടിട്ട് ഇരിക്കന്നെ ഇറങ്ങാറ്. അപ്പൊ അദ്ദേഹം നിങ്ങളെ കൂടെ തന്നെ ഈ പ്രയാസം നമുക്ക് മാനസികമായിട്ട് സംഘർഷം ഉണ്ടാവും. ഈ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇവരുടെ അവസ്ഥ എന്താണ്, എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക ഒരു ജനപ്രതിനിധിക്ക്, അങ്ങനെ ഉള്ള സിദ്ദീഖ്. അപ്പം അവരൊക്കെ ഞങ്ങളൊക്കെ ഈ കാര്യത്തിന് നിങ്ങളെ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ നിങ്ങൾക്ക് വീടും സ്ഥലവും തരണം എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രഖ്യാപനം. ഇതിനു വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടി അതിന്റെ ഗവൺമെന്റുമായിട്ട് ഞങ്ങളുടെ ബഹുമാനായ നേതാവ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമ്മൾ മുഖ്യമന്ത്രിനെ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ടൗൺഷിപ്പും കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ നെഗറ്റീവ് പറയുന്നില്ല, അതൊക്കെ കൂടി ആകുമ്പോൾ കൊല്ലം 2 വർഷം. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 6 മാസം കൊണ്ട് ഇവരെ വീട്ടിലേക്ക് താമസിച്ച് പുതിയ വീടുണ്ടാക്കി കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിനുള്ള ഒരു നടപടിയായിട്ട് പോകും. അതിനെന്താണ്, സർക്കാരിന്റെ പദ്ധതി നോക്കും. ഇന്ന് MLAയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ആയിട്ട് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗും കാര്യങ്ങളൊക്കെ വിളിച്ചു. അതിൽ അഭിപ്രായ സ്വരൂപം എടുത്തി. ഇനി ആ അഭിപ്രായ സ്വരൂപത്തിന് അവിടെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കും.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നമ്മളെ ആശയങ്ങളൊക്കെ പറയും. ഞങ്ങൾ 2-3 സ്ഥലങ്ങളൊക്കെ കണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് മറച്ചു വെക്കണമെന്നില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടൂല, ഇനി പറയാതെക്കാരും പറ്റൂല. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ പരിപാടി നടത്താൻ കാരണം ഞങ്ങൾ ജനങ്ങളിലേക്ക് പൊതു ഈ ആവശ്യത്തിന്റെ പേരിലാണ് പണം പിരിച്ചിട്ടുള്ളത്. അപ്പൊ 4 ആൾ ഇത് അറിയണം. അത് നിങ്ങളാരും പേര് പറയില്ല. നമ്മൾ ഈ 15,000 രൂപ കൊടുക്കണ ഒരു ഒറ്റ ആൾ ഈ സ്റ്റേജിലേക്ക് വിളിക്കണില്ല. അത് നിങ്ങൾ കൗണ്ടറിൽ പോയിട്ട് അവിടെ വൗച്ചർ ഒപ്പിട്ട് പൈസ വാങ്ങിയിട്ട് പോയാൽ മതി. നമുക്ക് അതിന് ഫോട്ടോ എടുക്കണമെന്നില്ല ആവശ്യമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞത്. അപ്പൊ മുഹമ്മദ് പറഞ്ഞല്ലോ ഇതിൻ്റെത്. അതാണ് ഞങ്ങളൊരു ഉദ്ദേശം. പിന്നെ കൊടുക്കണ അറിയണ്ടേ? മറ്റോ ചോദിച്ചില്ലോ എവിടെയാ പൈസ വെറുതെ ഇങ്ങനെ വാട്സാപ്പിലും സോഷ്യൽ മീഡിയയും വന്നതിലൊക്കെ കൂടി നമ്മൾ സമാധാനം പറയണ്ടേ? അതുകൊണ്ടാണ് നിങ്ങൾക്കെങ്കിലും ഇതൊരു ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി വെച്ചിട്ടുള്ളത്. അല്ലാതെ ഇതിന് 4 വോട്ടിട്ട് വിചാരിച്ചിട്ടുണ്ടോ അല്ല. അതൊന്നും വിചാരിച്ച് നിൽക്കേണ്ട. ആ നേരത്തെ നിങ്ങൾ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. നമുക്ക് അതിനൊരു വിഷയമില്ല കേട്ടോ. അല്ല കുറെ കാര്യങ്ങൾ പറയാൻ ഞാൻ തരാം. പിന്നെ ഇങ്ങനെ മുങ്ങി വിളിക്കട്ടെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത്. അപ്പം ഇതാണ് ഇതിലെ ഒരു ഇത്. ഇനി നമ്മളെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾ 2-3 സ്ഥലമൊക്കെ നോക്കി. അപ്പൊ നമ്മളെ ഫണ്ടിനനുസരിച്ച് ഒരു 100-125 വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഒരു 8 സെന്റിൽ ഒക്കെ ഒരു വീട്. എല്ലാവരും നല്ല ഇടത്തരക്കാരും അതൊക്കെ ആയ ആൾക്കാരാണ്. ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ ഒരു 15 ലക്ഷം രൂപ ചെലവിലുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനാണ് മുസ്ലിം ലീഗ് പാർട്ടി വയനാടിന്റെ ഒരു തീരുമാനം. അതിന് പിന്നെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ലിസ്റ്റ് നോക്കും. നമ്മുടെ പ്രിയപ്പെട്ട MP ആയിരുന്ന ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ഇവിടെ വന്നു. അന്ന് അതിന്റെ പിറ്റേന്ന് 2-3 ദിവസം അവിടെ വന്നു, എല്ലാം കണ്ടു. ഒരു ദിവസം ഇവിടെ നിന്നു മീറ്റിംഗ് വിളിച്ച് 100 വീട് അദ്ദേഹം ഓഫർ ചെയ്തിട്ടുണ്ട്. 100 വീട് കർണാടക ഗവൺമെന്റ് ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ പല സംഘടനകളും ഓഫർ ചെയ്തു. അപ്പൊ ഡബിൾ വരരുത്. കാരണം എല്ലാവരും ആൾക്കാരെ സഹായിച്ചോളാം. അപ്പം നമ്മൾ കൊടുക്കണേൽ കോൺഗ്രസിന്റെ വേണ്ട, ലിസ്റ്റിൽ വരണ്ട, കോൺഗ്രസിന്റെ ലിസ്റ്റിൽ നമ്മളത് വരണ്ട. അപ്പൊ അതിന്റെ സെലക്ഷൻ അങ്ങനെ നടക്കുള്ളൂ. അതിന്റെ സെലക്ഷൻ അങ്ങനെ നടക്കുള്ളൂ. നമ്മളൊരു 8 സെന്റ് ടു 10 സെന്റാണ്. 8 സെന്റാണ് മിനിമം ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം നമ്മൾ കണ്ടെത്തുന്നത്. സർക്കാരിനോട് നമ്മൾ പറയുന്നുണ്ട്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ അനുവാദം കിട്ടിയാൽ അതിനൊരു ഉപസമിതി കൺവീനർ നിൽക്കും. എന്റെ ബഹുമാനായ പാണക്കാട് സെയ്ദ് സാദിഖ് ഷിഹാബ് തങ്ങളുടെയും കുഞ്ഞാടി സാഹിബിന്റെയും മുനവർ തങ്ങളുടെയും സലാം സാഹിബിന്റെയും ഒക്കെ ഞങ്ങളൊക്കെ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒക്ടോബർ അവസാനം നവംബർ 1-ാം തീയതി വീടിന്റെ പണി ആരംഭിച്ച് ഒരു മാർച്ച് ആകുമ്പോഴേക്കും തീർക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഞങ്ങൾ ആ ലൈനിൽ തന്നെയാണ് പോവാം. പിന്നെ ഇവിടെ എല്ലാ ഒരു പ്രശ്നം നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അതും കൂടി പറയാം. ഇവിടെ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ബഷീർ അതൊക്കെ കൂടി പറഞ്ഞു പോയി എന്ന് വിചാരിച്ച് നിൽക്കണ്ട. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഭൂമിക്ക് തരം മാറ്റി കിട്ടണം. ഇവിടൊക്കെ എസ്റ്റേറ്റ് ആണ്. അപ്പൊ അതിന് സർക്കാർ ഒന്ന് കഴിയണം. കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം കിട്ടും. സ്ഥലം നമ്മൾ വിലക്കാണ് വാങ്ങും. ആ ആൾക്കാർക്ക് അതിന്റെ ആധാരം നമ്മൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിട്ട് നമ്മൾ സഹകരിക്കും. ഗവൺമെന്റ് ഒരു പോസിറ്റീവ് അപ്രോച്ച് എടുത്താൽ ഈ ആളുകൾക്ക് കൊടുക്കുന്ന ആൾക്കുള്ള ആധാരക്കാരുടെ പേര് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ബാധ്യത. പിന്നെ ജീവനോപാധി ഉപകരണങ്ങൾ. പിന്നെ സ്കൂട്ടി എന്ന് പറഞ്ഞു. ഈ സ്കൂട്ടി എന്ന് പറഞ്ഞ പുതിയതല്ല. അതില് അന്ന് സ്കൂട്ടി പോയ ആൾക്കാർക്ക് നമുക്ക് സ്കൂട്ടി വാങ്ങിക്കൊടുക്കാം. അല്ലാതെ അന്ന് സ്കൂട്ടി ഇല്ലാത്തവർ ഇപ്പൊ സ്കൂട്ടി വാങ്ങിക്കൊടുക്കാൻ പറ്റൂല. ഞാൻ ക്ലാരിഫൈ ചെയ്താണ് കേട്ടോ. കാരണം അത് അന്ന് ഞങ്ങള് 7 ഓട്ടോറിക്ഷ ആയിരുന്നു കണക്ക്. അതിന് 4 ആൾക്കാർക്ക് പല സന്നദ്ധ സംഘടനകളും കൊടുത്തിട്ടുണ്ട് നമ്മളെ പാർട്ടി പറഞ്ഞു. അപ്പൊ 3 ആൾക്ക് ആണ് ഫിറോസ് അങ്ങനെ സൂചിപ്പിച്ചു. ജീപ്പ് പോയ ആളുണ്ട്, അത് ഞങ്ങളെ ലിസ്റ്റിലുണ്ട്. അതും ഞങ്ങൾ ഒന്നുകിൽ അത് അനുവാദികമായിട്ട് 2 ജീപ്പ്, ഒന്നുകിൽ സെക്കൻഡ് ജീപ്പ്, കാരണം പഴയ കാലത്തെ ജീപ്പല്ലേ, അതോ ഏതാ വെച്ചാൽ അത് നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കും. പിന്നെ മറ്റുള്ളവരുടെ ആവശ്യകത പരിഗണിച്ചുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യും. അത് നിങ്ങൾ ഇവിടുത്തെ മുണ്ടക്കയം ചുരുമേണ്ട് ഇവിടെ കമ്മിറ്റിക്കാരുണ്ട്, ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി ഉണ്ട്, പാർട്ടിക്കാരുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ. ഞാനതൊന്ന് വളരെ വ്യക്തമായി ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അല്ലാതെ വേറെ നിങ്ങളാരും അങ്ങനെ ഒരു പ്രയാസത്തിൽ നമുക്കൊക്കെ വളരെയധികം ഉണ്ട്. നമുക്ക് ആർക്കും ഇത് വരാക്കട്ടെ. പക്ഷെ നമ്മൾ ഇപ്പൊ വന്നതിൽ നിങ്ങൾ രക്ഷപ്പെടണം. അപ്പൊ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ഈ ചൂരൽമല, ഉണ്ടക്കൈ, പുഞ്ചിരിമണം, അട്ടമല പ്രദേശത്തുള്ള ആളുകൾക്ക്, വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക്, ഭൂമി നഷ്ടപ്പെട്ട ആളുകൾക്ക്, അവർക്കൊക്കെ നിങ്ങളുടെയൊക്കെ MLAയുടെയും അഭിപ്രായം ഇതാണ്, ഞങ്ങളുടെയും അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ ആകണമെന്നുള്ളതാണ്. മറ്റേ കവളപ്പാറ ഇതുണ്ടായി. ഞങ്ങളുടെ പാർട്ടി കരുവാരകുണ്ട് എന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് 2 ഏക്കറാണ് സ്ഥലം തന്നു. ഈ കവളപ്പാറ അങ്ങോട്ട് 25-30 കേട്ടോ. നമ്മുടെ വീടുണ്ടാക്കിയിട്ട് ആൾക്കാർ വരുന്നില്ല. എല്ലാവർക്കും അവനാ പെറ്റുകൂടെ നാട്ടിലെ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുള്ളൂ, എത്രയൊക്കെ പറഞ്ഞാലും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനൊക്കെ ഒരു അനുഭവത്തിൽ പാഠം പഠിച്ചുകൊണ്ടാണ്
ഈ പഞ്ചായത്തിൽ തന്നെ നമ്മൾ സ്ഥലം കണ്ടെത്തി ഉണ്ടാവും. അതിന് മുസ്ലിം ലീഗ് പാർട്ടി, അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി, അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടി, ഗവൺമെന്റ് ഒക്കെ തോളോട് ചേർന്ന് പ്രവർത്തിക്കും. പിന്നെ അതോടൊക്കെ യുദ്ധകാല അടിസ്ഥാനത്തിൽ സിദ്ദീഖ് സാഹിബിനോട് പറയാണ്ട് ഇനി ഞങ്ങളാണ് മുന്നിൽ കിട്ടണത്, ഞങ്ങളതിന്റെ ബാക്കിലുണ്ടാവും. കാരണം എടുത്തെടുത്ത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നല്ല രീതിയിൽ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.